മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിങ്ങനെ ഓർക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തൊരു അനുഗ്രഹമല്ലേ. എത്രയോ മീഡിയകളിലൂടെ എല്ലാം വചനം നമുക്ക് കർത്താവ് തരുന്നുണ്ട്. എത്രയോ പേരെ കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് ഒരുപാട് വചനത്തിൻ്റെ സമൃദ്ധി നമുക്ക് തരികയാണ്. അതിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറയണം കേട്ടോ. എല്ലാവരും ഓർത്ത് നന്ദി പറയണം. ഞാനും നന്ദി പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ് കർത്താവിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ 30 ആ വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴും എല്ലാ കഴിവ് ഉപയോഗിച്ച കർത്താവിനെ സ്തുതിക്കണം അല്ലേ. പുതിയ നിയമത്തിലാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ സ്തുതിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക. കർത്താവ് ഒരിക്കൽ നാവ് നൽകി അതുപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സദാസമയവും നമുക്ക് കർത്താവിനെ സ്തുതിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്കുണ്ടായിരിക്കണം. അതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ വേണ്ടി വിചാരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ സീറോ മലബാർ സഭയുടെ യാമപ്രാർത്ഥന പുസ്തകത്തിൽ സപ്ര പ്രാർത്ഥനയിൽ, പ്രഭാത പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: മിശിഹായെ, സദാസമയവും അങ്ങയെ സ്തുതിക്കുവാൻ വേണ്ടി അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ സദാസമയം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എടുക്കുമ്പോഴും പോകുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോൾ ഉള്ളിൽ കർത്താവിനെ എപ്പോഴും സ്തുതിക്കണം. അങ്ങനെ കർത്താവിനെ സ്തുതിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ശാന്തതയും സമാധാനവും ഉണ്ടെങ്കിൽ സ്തുതിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശാന്തതയും സമാധാനവും കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാൻ വിശുദ്ധ കുർബാനയിൽ തന്നെ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ. എപ്പോഴും ശാന്തത കൊണ്ടുള്ള ഒരു അഭിഷേകം തരണമേ എന്ന്. അതുതന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന് കർത്താവ് പുറപ്പാട് 14 വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് എപ്പോഴും ദൈവത്തെ ചെയ്യേണ്ട ശാന്തതയും സമാധാനവും വേണം. അതുകൊണ്ട് പിശാച് എപ്പോഴും നമ്മുടെ ശാന്തതയും സമാധാനം നശിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. മറക്കരുത്. കർത്താവെ, ഈ വചനം കേട്ട് ഓരോരുത്തരെയും അവിടുത്തെ ശാന്തതയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. അതുവഴി സദാസമയവും കർത്താവിനെ സ്തുതിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഈശോയെ ഞാൻ ആശീർവദിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.